ഒരു ഗ്ലാസോ ബോണറ്റോ റീപ്ലേസ് ഉള്ള ഒരു വണ്ടി പോലും നിങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ ഫുൾ ചെക്ക് ചെയ്ത് തന്നെയാണ് ഷോറൂമിലോട്ട് വണ്ടി കൊണ്ടുവരുന്നത്. മുന്നേറ്റ റേറ്റ് എത്രയായിരുന്നു ഈ വണ്ടിക്ക്? 445 ആയിരുന്നു. ഇപ്പൊ എത്രയാ ചോദിക്കുന്നത്? ഇപ്പൊ നമ്മൾ ഓഫർ റേറ്റ് വീണ്ടും നമ്മൾ ഓഫറിൽ ഇട്ടിട്ടുണ്ട്. 389 ആണ് ഇപ്പോഴത്തെ റേറ്റ്. 389. ഇനിയും കുറയുന്നുണ്ടാവോ? കസ്റ്റമർ വണ്ടി വന്ന് ഓടിച്ച് നോക്കിയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു നെഗോസിയേഷൻ. വേറെ റീപ്ലേസ് ആഭാഗത്തിൽ കാര്യങ്ങളൊന്നും വാറന്റി കൊടുക്കുന്നുണ്ട്. വാറന്റി ഉണ്ട്. തെളിവാണ് വീഡിയോ. ഓഫറാണ് കസ്റ്റമേഴ്സിന്. ഇതിന്റെ സസ്പെൻഷൻ ആണെങ്കിൽ പോലും ടയർ കാര്യങ്ങളെല്ലാം നമ്മൾ ഫുള്ളി ചെക്ക് ചെയ്ത് തന്നെയാണ് നമുക്ക് വരുന്നത് ഷോറൂമിലോട്ട്. എല്ലാ വർക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വണ്ടികളാണ്. കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഷോറൂമിലോട്ട് വണ്ടി വരുന്നത്. നാളെ ഇപ്പൊ നമുക്ക് നമ്മുടെ ഷോറൂമിൽ 5-10 രൂപ നമുക്ക് കൂടുതലാണ് വരുന്നത്. പക്ഷെ അതിന്റെ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് ഞങ്ങൾ ഇവിടുന്ന് സെയിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എടുക്കുന്ന നാളെ വർഷവും പോകേണ്ട ആവശ്യം വരില്ല. നമസ്കാരം, ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം ലൊക്കേഷനിലുള്ള മഹീന്ദ്രയുടെ കാർ ആൻഡ് ബൈക്ക് എന്നുള്ള ലൊക്കേഷനിലാണ്. ഏകദേശം 30ഓളം വണ്ടികൾ നിലവിലിവിടെ ഉണ്ട്. ഇവരുടെ ടോട്ടൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം 100ന് പുറത്താണ്. കാണുന്ന വണ്ടികൾ പോലെ തന്നെ സിംഗിൾ ഓണർഷിപ്പ്, റാപ്പിഡ്, അതേപോലെ തന്നെ സ്ക്രാച്ചസോ അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാത്ത, റീപ്ലേസ് പോലും ഇല്ലാത്ത ഹൈ ക്വാളിറ്റി വണ്ടികൾ, അതും മാക്സിമം നിങ്ങൾക്ക് ലോൺ ഉൾപ്പെടെ പ്ലസ് 2 വർഷത്തെ വാറണ്ടി കൂടിയാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത്യാവശ്യം നല്ല ഓഫർ റേറ്റ് തന്നെയാണ് ഇവിടെ ഉള്ള ഓരോ വണ്ടികളും പ്രൈസിങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഓരോ വണ്ടികൾ പരിചയപ്പെട്ടാണ്. സോ മൂവിങ് ടു ദ വീഡിയോ. നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് പറയാനുള്ളത്, ചേച്ചി പേരെങ്ങനെ പറഞ്ഞു? ഗോപിക എന്നുള്ള ചേച്ചിയാണ്. തുടങ്ങല്ലേ? എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് മൈക്രയാണ്. ഡീറ്റെയിൽ എങ്ങനെയാ? മൈക്ര വരുന്നത് 2014 മോഡൽ എക്സൽ വേരിയന്റ് ആണ്. ആക്റ്റീവ് പെട്രോൾ വേരിയന്റ് ആണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. 70,000 കിലോമീറ്റർ. 239 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. ഏകദേശം 15-17 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. റീപ്ലേസ്, ആക്സിഡന്റ് ഹിസ്റ്ററി എന്തെങ്കിലും പറയാത്ത രീതിയിലുണ്ടോ? ഇല്ല, ക്ലീൻ പീസാ. അതെ അതെ. ലോൺ നമുക്ക് നല്ലൊരു പ്രൊഫൈൽ ഒക്കെ ഉള്ളൊരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ഒരു 25 രൂപ 30 രൂപയൊക്കെ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്ന. ഓക്കെ, മൈക്ര പെട്രോൾ അല്ലേ? അതെ അതെ. അപാകതകള്, റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. കിലോമീറ്ററും എല്ലാം ചെലവിനാ. ഓക്കെ, റീപ്ലേസ് ഉള്ള വണ്ടികളൊന്നും നിങ്ങളെ ഉണ്ടാവില്ല? ഇല്ല, മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഉള്ള വണ്ടികൾ നമുക്ക് ഷോറൂമിൽ ഇല്ല. ഒരു ഗ്ലാസോ ബോണറ്റോ റീപ്ലേസ് ഉള്ള ഒരു വണ്ടി പോലും നിങ്ങളെ ഉണ്ടാവില്ല. നമ്മൾ ഫുൾ ചെക്ക് ചെയ്ത് തന്നെയാണ് ഷോറൂമിലോട്ട് വണ്ടി കൊണ്ടുവരുന്നത്. അടുത്ത പെട്രോൾ സ്വിഫ്റ്റ് ആണെങ്കിലോ? ഇത് വരുമ്പോൾ 2012 മോഡൽ VXA ഓപ്ഷൻ ആണ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 1 ലക്ഷം കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. 289 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. ഓക്കെ, ഇപ്പൊ നിലവിൽ VXA സ്വിഫ്റ്റ് ആണ്, പെട്രോൾ ആണ്. ഏകദേശം 17 റേഞ്ചിൽ മൈലേജും കിട്ടുന്നുണ്ടാവും. അപ്പം റീപ്ലേസ്, ആക്സിഡന്റ് ഹിസ്റ്ററി അങ്ങനെ ഇല്ല. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. ഏകദേശം 17 റേഞ്ചിൽ മൈലേജ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലോണൊക്കെ എത്ര കിട്ടുന്നുണ്ടാവും? ലോൺ ഒരു 50 രൂപ ഡൗൺ പേയ്മെന്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വണ്ടി എടുക്കുന്ന എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും പെൻഡിങ് ഉണ്ടാവോ? ഇല്ല, വർക്കൊന്നും പെൻഡിങ് വരത്തില്ല. നമ്മൾ ഓൾറെഡി തന്നെ നമുക്ക് ഇതിന്റെ സസ്പെൻഷൻ ആണെങ്കിൽ പോലും ടയർ കാര്യങ്ങളെല്ലാം നമ്മൾ ഫുള്ളി ചെക്ക് ചെയ്ത് തന്നെയാണ് നമുക്ക് വരുന്നത് ഷോറൂമിലോട്ട്. എല്ലാ വർക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വണ്ടികളാണ്. കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഷോറൂമിലോട്ട് വണ്ടി വരുന്നത്. നാളെ ഇപ്പൊ നമുക്ക് നമ്മുടെ ഷോറൂമിൽ 5-10 രൂപ നമുക്ക് കൂടുതലാണ് വരുന്നത്. പക്ഷെ അതിന്റെ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് ഞങ്ങൾ ഇവിടുന്ന് സെയിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എടുക്കുന്ന നാളെ വർഷവും പോകേണ്ട ആവശ്യം വരില്ല. ഒരു പീരിയോഡിക് സർവീസ് മാത്രമല്ലേ? ചേച്ചി, ഇവിടെ ഉള്ള ഓഫർ എന്താ മെയിൻ ആയിട്ട് വരുന്നത്? ഓഫറിൽ നമ്മളിപ്പോ ഈ ഷോറൂമിൽ നമ്മൾ ഓഫറിൽ ഇട്ടേക്കുന്ന ഒരു വണ്ടിയുണ്ട്. 2 വണ്ടികളുണ്ട്. ഒന്ന് ടിയാഗോ ഉണ്ട്, അതുപോലെ തന്നെ സെലേരിയോ ഉണ്ട്. ടിയാഗോ വരുമ്പോൾ ഓട്ടോമാറ്റിക്കാ. 2018 മോഡൽ XZ എന്ന് പറയുന്ന വേരിയന്റ് വരുന്നത്. XZ എന്ന് പറയുന്നത് അന്ന് ഇറങ്ങിയിട്ടുള്ള ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. അന്ന് കമ്പനി അലോയ്സ് കൊടുത്തിട്ടുള്ള 1.2 റെവട്രോൺ എഞ്ചിൻ ആണ്. ഏകദേശം 15 റേഞ്ചിൽ ഓട്ടോമാറ്റിക് AMT ഗിയർ ബോക്സിൽ മൈലേജും കിട്ടുന്നുണ്ടാവും. ഈ ഒരു വണ്ടി നിലവിൽ കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 32,000 കിലോമീറ്റർ ആണ് റൺ ചെയ്തത്. ആകെ 32 ഓടിയിട്ടേ ഉള്ളൂ. 32,000 കിലോമീറ്റർ മാത്രമേ റൺ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, 2 വർഷത്തെ വാറന്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2018 മോഡൽ അല്ലേ, ഓട്ടോമാറ്റിക് വണ്ടിക്ക്. അപ്പം ഇതിന് റേറ്റ്, മുന്നിട്ട റേറ്റ് എത്രയായിരുന്നു ഈ ഒരു വണ്ടിക്ക്? 445 ആയിരുന്നു. ഇപ്പൊ എത്രയാ ചോദിക്കുന്നത്? ഇപ്പൊ നമ്മൾ ഓഫർ റേറ്റ് വീണ്ടും നമ്മൾ ഓഫറിൽ ഇട്ടിട്ടുണ്ട്. 389 ആണ് ഇപ്പോഴത്തെ റേറ്റ്. 389. ഇനിയും കുറയുന്നുണ്ടാവോ? കസ്റ്റമർ വണ്ടി വന്ന് ഓടിച്ച് നോക്കിയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു നെഗോസിയേഷൻ. വേറെ റീപ്ലേസ് അപാകതൽ കാര്യങ്ങളൊന്നും ഇല്ല. സിംഗിൾ ഓണർ ആണ്. 39,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 32 ഓടിയിട്ടുള്ളൂ. പക്ക ജെന്യൂൻ ക്വാളിറ്റി വണ്ടിയാണ്. വാറന്റി കൊടുക്കുന്നുണ്ട്. വാറന്റി ഉണ്ട്. തെളിവാണ് വീഡിയോ. ഓഫറാണ് കസ്റ്റമേഴ്സിന്. ഇനി അടുത്ത സെലറി ആണെങ്കിലോ? നമ്മൾ രണ്ടാമത്തെ ഓഫറിൽ ഇട്ടേക്കുന്ന വണ്ടിയാണിത്. 2017 മോഡൽ ZXi വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ZXi എന്നുള്ളത് അന്ന് ഇറങ്ങിയിട്ടുള്ള ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ക് വൈപ്പർ, ഡീഫോഗർ തുടങ്ങിയ ഒരു എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ടാവും. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഡ്രൈവർ എയർ ബാഗും വരുന്നുണ്ടാവും. K സീരീസ് എഞ്ചിനാണ്. 15-17 റേഞ്ചിൽ മൈലേജും കിട്ടുന്നുണ്ടാവും. ഇപ്പൊ നിലവിൽ ഓണർഷിപ്പ് എത്രയുണ്ട്? സെലറി സിംഗിൾ ഓണർഷിപ്പിലാണ് കിടക്കുന്നത്. ഓക്കെ,
റേറ്റ് എങ്ങനെയാ ചോദിക്കുന്നത്? 2017 സെലറിയോന് 339. 339 2017 സെലറിയോ ZXi ഫുൾ ഓപ്ഷൻ വണ്ടി ഓട്ടോമാറ്റിക്, ഐ മീൻ സോറി മാനുവൽ. മാനുവൽ ആണ്. ഓക്കെ. ലോണൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ 2 വണ്ടിക്ക് ഫുൾ ലോൺ തന്നെ കിട്ടില്ലേ? ഫുൾ ലോൺ കിട്ടും. കസ്റ്റമറുടെ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ ഫുൾ ലോൺ കിട്ടുന്നുള്ള കാര്യം. ശരി, എടുക്കുന്ന 2 വണ്ടി ബിസിനസ് എടുത്തൂടെ? വിശ്വസിച്ചെടുക്കാലോ. സ്കോഡ ഇത് വരുന്നത് 2012 മോഡൽ വണ്ടിയാ. ആക്റ്റീവ് ഡീസൽ. സ്കോഡ റാപ്പിഡ് അല്ലേ? സ്കോഡ റാപ്പിഡ്. ഇപ്പൊ കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ 90,000 കിലോമീറ്റർ. KL07 കൊച്ചി രജിസ്ട്രേഷൻ ആണ്. ഓണർഷിപ്പ് എത്രയുണ്ട്? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിംഗിൾ ഓണർ സ്കോഡ റാപ്പിഡ് അല്ലേ? ഡീസൽ 18-20 റേഞ്ചിൽ എങ്ങനെയായാലും മൈലേജ് കിട്ടുന്നുണ്ടാവും. ഇതിന് റേറ്റ് എങ്ങനെയാ വരുന്നത്? റേറ്റ് വരുന്നത് 2,49. 2,49,000 സിംഗിൾ ഓണർ സ്കോഡ റാപ്പിഡ്. വേറെ റീപ്ലേസ് അപാകതകൾ ആക്സിഡന്റും റീപ്ലേസ്മെന്റും ഒന്നുമില്ല. പക്ക ക്വാളിറ്റി വണ്ടി അല്ലേ? എടുക്കുന്ന വേറെ വർക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. സാധാരണ സ്കോഡ എടുക്കുന്ന ആൾക്കാർ ചോദിക്കുന്നതാണ് ഇഞ്ചക്ടർ ടർബോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം? നമ്മൾ സർവീസ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ്. പക്ക ക്വാളിറ്റിയാണ്. ഐറ്റം വരുമ്പോൾ 2013 മോഡൽ മാഗ്ന വേരിയന്റ് വരുന്നത്. കാപ്പ2 എന്നുള്ള എഞ്ചിൻ സീരീസ് ആണ്. അത്യാവശ്യം കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. കുറച്ചുകൂടെ മൈലേജും പെർഫോമൻസും വരുന്നുണ്ടാവും. ഇപ്പൊ നിലവിൽ കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 50,000 കിലോമീറ്റർ മാത്രമേ ഈ വണ്ടി. 8.0 ആണോ 5.0 ആണോ? 5.0. മീറ്റർ വർക്കിംഗ് ആണോ? മീറ്റർ വർക്കിംഗ് ആണ്. ഓക്കെ. നമ്മുടെ ഇവിടെ കിലോമീറ്റർ ജെനുവിൻ ആണ്. കിലോമീറ്റർ തിരിച്ചതോ മറിച്ചതോ അങ്ങനെ ആയിട്ടുള്ള വണ്ടികളൊന്നും നമുക്ക് ഇവിടെ ഷോറൂമിൽ. ശരി. നിലവിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടിയല്ലേ? ക്വാളിറ്റി ഉള്ള വണ്ടിയാ. അത്യാവശ്യം ടയേഴ്സും കാണുന്നുണ്ട്. നിങ്ങൾ മുന്നേ പറഞ്ഞ ഒരു വണ്ടിക്ക് നല്ല ടയേഴ്സ് കാണുന്നുണ്ട്. ശരി, ഏകദേശം 13-15 റേഞ്ചിൽ എങ്ങനെയാലും മൈലേജ് കിട്ടുന്ന ഐറ്റന് റേറ്റ് എങ്ങനെയാണ് വരുന്നത്? 2,29. 2,29. ഓക്കെ. ലോണൊക്കെ എത്ര കിട്ടുന്നുണ്ടാവും? ലോൺ നമുക്കൊരു 50 രൂപ 60 രൂപ ഡൗൺ പേയ്മെന്റ് മതിയാവും. ഏകദേശം 2 ലക്ഷം രൂപയ്ക്ക് എടുത്താൽ എങ്ങനെ ലോൺ കിട്ടില്ലേ? പ്രൊഫൈൽ ഡിപ്പെൻഡ് ആയിട്ട്. ഡിപ്പെൻഡ് ആയിട്ട്. ചേച്ചി ഇനി മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള 2 വണ്ടികൾ അതെ എങ്ങനെയാ? ഇത് നമുക്ക് 2018 മോഡൽ പോളോ കംഫർട്ട് ലൈൻ ആണ് വരുന്നത്. ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ് വരുന്നത്. സിംഗിൾ ഓണർ ആണ്. 1 lakh കിലോമീറ്റർ റേഞ്ചിൽ ഓടിയിട്ടുണ്ട്. ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസൽ ആണ്. ഓക്കെ, ഡീസൽ ആണ്. 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടോ? 1.5 ലിറ്റർ TDI എഞ്ചിൻ ആയിരിക്കും. അപ്പോൾ 1 lakh ജെനുവിൻ ആണ്. 1 lakh കിലോമീറ്റർ പറയാൻ പറ്റും. അതെ. കമ്പനി ഹിസ്റ്ററി ഫുള്ള് പക്കയല്ലേ? അതെ. മേജർ സർവീസ് കഴിഞ്ഞ വണ്ടിയല്ലേ? സർവീസ് കഴിഞ്ഞ വണ്ടിയാ. ഡ്യുവൽ ബാഗ് വരുന്നുണ്ടാവും. അതേപോലെ തന്നെ ഇപ്പം നിലവിൽ വേറെ റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, പക്ക ക്വാളിറ്റി പോളോ അല്ലേ? ക്വാളിറ്റി പോളോ. 2018 മോഡൽ പോളോ റേറ്റ് എങ്ങനെയാണ് ചോദിക്കുന്നത്? റേറ്റ് വരുമ്പോൾ 5.39. 5.39 2018 മോഡൽ പോളോന് 5 ലക്ഷം രൂപയ്ക്ക് റേഞ്ചിൽ എന്തായാലും ലോൺ കിട്ടില്ല? ലോൺ കിട്ടും. അതിന് മുകളിൽ പ്രൊഫൈൽ ഡിപ്പെൻഡ് ആയിട്ട് ഫുൾ ലോൺ ഒക്കെ പറയാൻ പറ്റുമോ? ഫുൾ ലോൺ നമുക്ക് പ്രൊഫൈൽ ബേസ് ചെയ്ത് വരും. ശരി. അടുത്ത ഓൾട്ടർനൂർ ആണെങ്കിലോ? ഓൾട്ടർനൂർ ഇത് 70,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ്. KL33 രജിസ്ട്രേഷൻ ആണ്. KL33 എവിടെ വരുന്നത്? KL33 ഞങ്ങളുടെ ഇവിടെ അടുത്ത് ചങ്ങനാശ്ശേരി രജിസ്ട്രേഷൻ ആണ് വരുന്നത്. റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വൃത്തി ഉള്ളിലും പുറത്തും എല്ലാ വണ്ടിക്കും ഒരുപോലെ കാണുന്നുണ്ട്. പറയേണ്ട കാര്യമാണ്. ഞങ്ങളുടെ ഇവിടുത്തെ വണ്ടിയുടെ മാത്രം പ്രത്യേകതയാണ്. അപ്പം നിലവിൽ റേറ്റ് എങ്ങനെ ചോദിക്കുന്നത്? റേറ്റ് ഇത് വരുമ്പോൾ 2.65. 2.65. ഈ ഒരു വണ്ടിക്ക് ഇപ്പം നമുക്ക് മഹീന്ദ്രയുടെ വാറന്റി വരുന്നുണ്ടാവില്ലേ? മഹീന്ദ്രയുടെ വാറന്റി ഉണ്ട്. 1 year വാറന്റി ഉണ്ട്. എഞ്ചിനും ഗിയർ ബോക്സും. ഓക്കെ. അപ്പം ലോണൊക്കെ ഏകദേശം എത്ര കിട്ടുന്നുണ്ടോ? ലോൺ ആണെങ്കിൽ നല്ല പ്രൊഫൈലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 25,000 രൂപ 30,000 രൂപ ഡൗൺ പേയ്മെന്റിൽ ലോൺ ചെയ്ത് നമുക്ക് ഇറക്കാൻ സാധിക്കുന്നു. ഇനി അടുത്തത് റെഡിഗോ ആണെങ്കിലോ? ഇത് വരുമ്പോൾ 2018 മോഡൽ സിംഗിൾ ഓണർ, വെറും 25,000 കിലോമീറ്റർ മാത്രമേ റൺ ചെയ്തിട്ടുള്ളൂ. മീറ്റർ വർക്കിംഗ് ആണ് ഇപ്പോഴും. ഓക്കെ, സിംഗിൾ എയർ ബാഗ് വരുന്ന സീരീസ് ആണല്ലേ? അതെ അതെ. അപ്പം ജെനുവിൻ കിലോമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എടുക്കുന്ന ബിസിനസ് എടുത്തൂടെ? അതെ. 2018 മോഡൽ 800 cc അല്ലേ വരുന്നത്? അല്ലെ 1000 cc ആണോ? 1000 cc റെഡിഗോ അല്ല. 25,936 കിലോമീറ്റർ. അത്യാവശ്യം നല്ലപോലെ നീറ്റാണ്. ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട്. ഇതിനൊക്കെ ഫുൾ ലോൺ പറയാൻ പറ്റില്ല 2018 വണ്ടിക്ക്? കസ്റ്റമറുടെ പ്രൊഫൈലിനെ ബേസ് ചെയ്ത് തന്നെ ഞാൻ വീണ്ടും പറയുന്നുണ്ട്. കസ്റ്റമറുടെ പ്രൊഫൈൽ പക്കയാണെങ്കിൽ ഫുൾ ലോൺ കിട്ടുന്നുണ്ടോ? ഫുൾ ലോൺ കിട്ടുന്ന വണ്ടിയാണ്. ശരി. എടുക്കുന്നതൊക്കെ ഏകദേശം ഒരു 15 റേഞ്ചിൽ മൈലേജും കിട്ടുന്നുണ്ടാവും. വാറന്റി വരുന്നുണ്ടാവില്ലേ? വാറന്റി ഉണ്ട്. 2 വർഷം മഹീന്ദ്ര വസ്തുവിന്റെ വാറന്റി ഉണ്ട്. ഇപ്പൊ നമുക്ക് ഒരു ഷോറൂമിൽ കിടക്കുന്നത് ലോ ബഡ്ജറ്റ് കിടക്കുന്ന വാഹനം 2013 മോഡൽ ഇൻഡിക്കയാണ് വരുന്നത്. ഓക്കെ. 1.69 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. അത്യാവശ്യം നല്ല അടിപൊളി എല്ലോയ്സ് കാണുന്നുണ്ട്. അതെ. അതേ സമയത്ത് ഓണർഷിപ്പ് ഒക്കെ എത്രയുണ്ട്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. റീപ്ലേസ് വല്ലതും ഉണ്ടോ? പഴയ വണ്ടി അതിനുണ്ട്? ഇല്ലല്ലേ? കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. ഇന്റീരിയർ അത്യാവശ്യം നീറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിന് പ്രൈസിങ് എങ്ങനെയാ വരുന്നത്?
പ്രൈസിങ് 169. 169 2013 മോഡൽ ഫിയാറ്റിന്റെ ക്വാഡ്രജെറ്റ്, ഐ മീൻ ഫിയാറ്റിന്റെ മൾട്ടിജെറ്റ് എഞ്ചിൻ. ടാറ്റയിൽ വരുമ്പോൾ ക്വാഡ്രജെറ്റ് ആവും. 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന ഡീസൽ വണ്ടി അല്ലേ? അതെ. ലോൺ എന്തെങ്കിലും കിട്ടുന്നുണ്ടാവും ടാറ്റയ്ക്ക്, ഇൻഡിക്കയ്ക്ക്? ഇത് പ്രയാസമായിരിക്കും അല്ലേ? പ്രയാസമാണ്. ശരി, ഇനി നെക്സോൺ ആണെങ്കിലോ? നെക്സോൺ വരുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് ആണ്, 2018 മോഡൽ, XZ A+ വേരിയന്റ്. XZ A+ എന്ന് പറയുന്ന നേരം അന്ന് ഇറങ്ങിയിട്ടുള്ള ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. DLR ബാഗ് എല്ലാം വരുന്നുണ്ടാവും. പെട്രോളിൽ ഓട്ടോമാറ്റിക് അല്ലേ ഇത്? അതെ, പെട്രോൾ ഓട്ടോമാറ്റിക് ആവുന്ന നേരം ഏകദേശം 13 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. ടിയാഗോയിലൊക്കെ വരുന്ന സെയിം 1.2 ലിറ്റർ ട്രിവട്രോൺ എഞ്ചിൻ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ നിലവിൽ ഓണർഷിപ്പ് എത്രയുണ്ട്? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് വരുന്നത്. ആക്സസറീസ് കാര്യങ്ങളെല്ലാം ചെറിയ രീതിയിൽ ചെയ്തതായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ കിലോമീറ്റർ എത്ര വരുന്നത്? കിലോമീറ്റർ 40,000 കിലോമീറ്റർ. 40,000 ഓടിയിട്ടുള്ളൂ അല്ലേ? 2 വർഷത്തെ മഹേന്ദ്ര വെസ്റ്റേഴ്സിന്റെ വാറണ്ടി ഉണ്ട്. വലിയ വിലയായിരിക്കും അപ്പം? എങ്ങനെ? വലിയ റേറ്റ് ആണോ ചോദിക്കുന്നത്? റേറ്റ് 669. 669. വണ്ടി ഇറങ്ങുന്ന സമയത്ത് ഏകദേശം 11 അടുത്ത് വണ്ടിക്ക് റേറ്റ് ഉണ്ട്. 11 അല്ല, 11 പുറത്ത് റേറ്റ് ഉണ്ട്. അപ്പം നിലവിൽ എടുക്കുന്ന ഈ വണ്ടിക്ക് വേറെ വർക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല, പക്ക വിശ്വസിച്ചെടുക്കാൻ 4 നല്ല ടയറും കാണുന്നുണ്ട്. അതെ. ചേച്ചി ബൊളേറോ ആണെങ്കിലോ? ബൊളേറോ വരുമ്പോൾ 2008. 2008 മോഡൽ അല്ലേ? 8 മോഡലാണ് വരുന്നത്. DI അല്ലേ? അതെ അതെ. ഇപ്പൊ 2008 മോഡൽ അതിനെ കൊണ്ട് ഏകദേശം 15 റേഞ്ചിൽ മൈലേജ് ഉണ്ടാവും. മഹീന്ദ്ര അതിനെ കൊണ്ട് ചോദിക്കുകയാണ്, ഇരുമ്പുണ്ട് തുരുമ്പുണ്ടോ? ഇല്ല, തുരുമ്പില്ല. ഇല്ല, തുരുമ്പില്ല. ഓക്കെ. എല്ലാ ഫീച്ചേഴ്സും വർക്കിംഗ് അല്ലേ? AC എല്ലാം വരുന്നില്ലേ? അതെ അതെ, AC എല്ലാം വർക്കിംഗ് അല്ലേ? ആണ്. അതേ സമയത്ത് 2028 വരെയല്ലേ പേപ്പർ ഉള്ള? അതെ. റേറ്റ് എങ്ങനെയാ വരുന്നത് 2008 ബൊളേറോ? ഇത് വരുമ്പോ 239. 239 ആണ്. ഈ പറയുന്ന റേറ്റ് ഒന്നും ഫൈനൽ അല്ലല്ലോ? ഫൈനൽ റേറ്റ് നമ്മൾ ഇപ്പോഴത്തെ ഓഫ് റേറ്റ് ആണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. പിന്നെ കസ്റ്റമർ വന്ന് വണ്ടി ഓടിച്ച് നോക്കിയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ നമ്മൾ നെഗോസിയേഷൻസ് ചെയ്തു തരാം. ശരി. വരുമ്പോൾ 2009 മോഡൽ വണ്ടിയാണ് വരുന്നത്. VXA ഓപ്ഷനാണ് വരുന്നത്. പെട്രോൾ വേരിയന്റ് അല്ലേ? പെട്രോൾ വേരിയന്റാണ് വരുന്നത്. ഒരു 80,000 കിലോമീറ്റർ ആണ് റൺ ചെയ്തേക്കുന്നത്. ഓണർഷിപ്പ് ഒക്കെ എത്രയുണ്ടാവും? പഴയ വണ്ടിയാണ്? ഓണർഷിപ്പ് സെക്കൻഡാണ് വരുന്നത്. ഓക്കെ, പഴയ വണ്ടിയാണ്. പക്ഷെ എന്നാലും നിങ്ങൾ ക്വാളിറ്റി എന്ന് പറഞ്ഞതിനെ കൊണ്ട് എടുത്ത് ചോദിച്ചതേ ഉള്ളൂ. അപ്പൊ നിലവിൽ റിന്യൂവൽ കഴിഞ്ഞ വണ്ടിയല്ലേ? റിന്യൂവൽ കഴിഞ്ഞ വണ്ടിയാണ്. എടുക്കുന്നക്ക് 15 കൊല്ലം വഴക്കുള്ള വണ്ടിയാണെന്ന് കരുതിയിട്ട് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ലല്ലോ? ഇല്ലില്ല, പക്കയാണ്. പക്കയാണ്. അപ്പം റേറ്റ് എത്രയാണ് വരുന്നത്? റേറ്റ് വരുന്നത് 189. 189 അല്ലേ? ഇനി ഗ്രാൻഡ് ഐറ്റനാണെങ്കിലോ? ഗ്രാൻഡ് ഐറ്റൻ ഇത് വരുന്നത് സ്പോർട്സ് വേരിയന്റ് ആണ്. 2016 മോഡൽ വണ്ടിയാണ്. പെട്രോൾ വേരിയന്റ് ആണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പാണ് വരുന്നത്. ഒരു 90 കിലോമീറ്റർ ആണ് റൺ ചെയ്തേക്കുന്നത്. പ്രൈസ് റേഞ്ച് വരുമ്പോഴത്തേന് ഒരു 329 വരുന്നത്. 3,29,000 രൂപ റേറ്റ് ഉള്ളല്ലേ? സിംഗിൾ ഓണർഷിപ്പ് ആണോ സെക്കൻഡ് ഓണർഷിപ്പ് ആണോ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും ഇല്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഓഫ് ഫ്ലഡ്. ഏകദേശം 0 ഡൗൺ പേയ്മെന്റ് തന്നെ ഈ ഒരു വണ്ടി കിട്ടുന്നുണ്ടാവില്ലേ? 0 ഡൗൺ പേയ്മെന്റ് നമുക്ക് പ്രൊഫൈൽ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ 0 ഡൗൺ പേയ്മെന്റ് നമുക്ക് ലോൺ ചെയ്ത് എടുക്കാം. ഓക്കെ. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ ആയിരിക്കും വരുന്നുണ്ടാവും. ഏകദേശം 15 റേഞ്ചിൽ മൈലേജും കിട്ടുന്നുണ്ടാവും. കമ്പനി ഫുള്ള് പക്കയാണ്, വിശ്വസിച്ചെടുക്കാം അല്ലേ? ചേച്ചിന്റെ അടുത്ത് ജാസ് ആണെങ്കിലോ? ഇത് വരുമ്പോൾ 2017 മോഡൽ പെട്രോൾ വേരിയന്റ് ആണ് വരുന്നത്. SMT വേരിയന്റ് ആണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ്. എസ് എന്നുള്ള മിഡിൽ ഓപ്ഷൻ അല്ലേ? അതെ. അപ്പം ഓണർഷിപ്പ് എത്രയുണ്ട്? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഓക്കെ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ 1 lakh റേഞ്ച്. 1 lakh റേഞ്ചിൽ ഓടിയിട്ടുണ്ട്. എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഒരു എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. എയർ ബാഗ് ചെക്ക് ചെയ്ത് നോക്കും, അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല, പക്ക ക്വാളിറ്റി വണ്ടി അല്ലേ? ക്വാളിറ്റി വണ്ടിയാണ്. അപ്പം റേറ്റ് എങ്ങനെയാ വരുന്നത്? 2017 ജാസ് 439 വരുന്നുള്ളൂ. 1 lakh കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാസിന് വലിയൊരു കിലോമീറ്റർ അല്ല. ഏകദേശം 15 റേഞ്ചിൽ മൈലേജും കിട്ടും. പിന്നെ ഹോണ്ടന്റെ റിലയബിൾ ആയിട്ടുള്ള എഞ്ചിനാണ്. അതേ സമയത്ത് ലോണൊക്കെ എത്ര പറയാം? ലോൺ ആകുമ്പോൾ ഒരു 40,000 ഡൗൺ പേയ്മെന്റ്. ആ റേഞ്ചിലെ വണ്ടി ഇറക്കാം അല്ലേ? ഇനി അടുത്തത് വീണ്ടും പോളോ ആണോ? അല്ല, എമിയോ. അമിയോ ആണ്. അമിയോ ഡീസൽ ആണ്. 2017 മോഡൽ വണ്ടി. രണ്ട് സെയിം എഞ്ചിനാണ്. ഇത് കംഫർട്ട് ലൈൻ തന്നെയല്ലേ? കംഫർട്ട് ലൈൻ ആണ്. ട്രെൻഡ് അല്ലല്ലോ? ട്രെൻഡ് അല്ല, കംഫർട്ട് ലൈൻ ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ബോഡി ഷേപ്പ് കാണുന്നുണ്ട്. 2 പോളോനും. അതേ സമയത്ത് KL08 തൃശ്ശൂർ രജിസ്ട്രേഷൻ ആണ്. 1.5 ലിറ്റർ തന്നെ എഞ്ചിൻ. ഏകദേശം 18-20 റേഞ്ചിൽ മൈലേജും കിട്ടുന്നുണ്ടാവും. ഇതിപ്പോ ഓണർഷിപ്പ് എത്രയുണ്ട്? ഇതിന്റെ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഓക്കെ. 119 ആണ് കിലോമീറ്റർ വരുന്നത്. ഇതിന് എത്ര റേറ്റ് വരുന്നത്? 18. ഇത് 18 ആയിരുന്നു? 17 ആയിരുന്നോ? 17 മോഡലാണ് വരുന്നത്. ഇതിന്റെ തന്നെ സെയിം നമുക്കൊരു പെട്രോൾ വേരിയന്റ് വണ്ടിയും കിടപ്പുണ്ട്. അമിയോ തന്നെ പെട്രോൾ 18 മോഡൽ കിടപ്പുണ്ട്. ഓക്കെ. അതിനെങ്ങനെ റേറ്റ് വരുന്നത്? രണ്ടിനും സെയിം തന്നെ റേറ്റ് വരുന്നത്. 439. 439 വാറന്റി കിട്ടുന്നുണ്ടാവും അല്ലേ? അതിന് വാറന്റി ഉണ്ട്.
2 വർഷം വരെ പെട്രോൾ വേരിയന്റിന് വാറണ്ടി കൊടുക്കും. വാറണ്ടി കിട്ടുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു കാണിച്ച വണ്ടികളല്ലാതെ നിങ്ങളിൽ വേറെയും വണ്ടികൾ സ്റ്റോക്ക് ഏകദേശം 100ഓളം വണ്ടികളുണ്ട്. ഇവിടെ 30-40 വണ്ടികളുണ്ട്. കുറേ ബുക്കിംഗിലാണുള്ളത്. അതെ അതെ. നമുക്കിവിടെ അടുത്ത് തന്നെ കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്ന ലൊക്കേഷൻ നമുക്കൊരു യാർഡ് വരുന്നുണ്ട്. അവിടെ നമുക്ക് വേറെ സ്റ്റോക്കുകളുണ്ട്. അതല്ലാണ്ട് തന്നെ നമുക്ക് കറുകച്ചാൽ യാർഡ് വരുന്നുണ്ട്. അവിടെ നമുക്ക് വേറെ സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണ് ടോട്ടൽ ഇപ്പൊ 100-ന് പുറത്ത് നിങ്ങളെ ടോട്ടൽ വണ്ടി ഉള്ളത് അല്ലേ? സ്റ്റോക്ക് വരുന്നുണ്ട്. ശരി. അപ്പം അതുമല്ല നമുക്കിപ്പം റീസെന്റ് നമുക്ക് പോകുന്ന ഓൾട്ടോ 800, വാഗണാർ അങ്ങനെയുള്ള വണ്ടികളൊക്കെ ഉണ്ടല്ലോ. അത് നമുക്കൊരു ഓൾട്ടോ 800 ഒക്കെ ആയിരിക്കും നമുക്ക് എന്നാണെങ്കിലും കൂടുതലും നമുക്ക് പോകുന്നത്, സെയിൽ ചെയ്ത് പോകുന്നത്. അപ്പൊ നമുക്ക് അതൊരു 5ഓളം വണ്ടികൾ നമുക്ക് യാർഡിൽ വേറെ സ്റ്റോക്കും ഉണ്ട്. എപ്പോഴും ഇപ്പൊ ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ വീഡിയോ റാപ്പ് ചെയ്യണം. വീഡിയോയിൽ കാണിച്ചുള്ള വണ്ടികളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കോൺടാക്ട് നമ്പർ നേരെ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ടാവും. മറ്റൊരു വീഡിയോ കാണുമ്പോൾ ഹാപ്പി സൈനിങ് ഓഫ്. അഡിയോസ്.